ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളാണ്. അപ്പോൾ ഈദിന് നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് കോഴിക്കോട് ബീച്ചിൽ പോകാമെന്ന്. അപ്പോൾ നമ്മൾ വണ്ടി അത്ര കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ വന്നു. കയറിപ്പോകുന്ന ഭാഗത്ത് തന്നെ നമ്മളുടെ റെയിൽവേ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ പെട്ടെന്നുള്ളൊരു അലോട്ട്മെൻറ്റ് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി. കോഴിക്കോടേക്ക് പോകുന്ന ട്രെയിൻ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ആ പ്ലാറ്റ്ഫോമിൽ കേസ് നമ്മൾ കഷ്ടപ്പെട്ട് ആ സ്റ്റെയർ കേസൊക്കെ കയറി ഇറങ്ങി സെക്കൻഡ് പ്ലാറ്റ്ഫോമിലെത്തി. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത ട്രെയിൻ ഇതാ വരുന്നു. വളരെ പതുക്കെ നെരുങ്ങിയാണ് ആ ട്രെയിൻ വരുന്നത് തന്നെ. അങ്ങനെ തന്നെയാണ് വരുന്നത്. അങ്ങനെ മൂപ്പരാൾ നമ്മൾ അടുത്തേക്ക് എത്തി. അങ്ങനെ ഗൈസ്, ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള അവസ്ഥ പറയാതിരിക്കാൻ വയ്യ. കാരണം ഫുൾ തിരക്ക്, കാല് കുത്താൻ സ്ഥലം. രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ മുന്നോട്ടായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. അതിൻ്റെ ബ്രിഡ്ജ് കയറിയിട്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് എക്സലേറ്റർ വഴി നമ്മൾ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ എക്സലേറ്റർ വഴി കയറി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇതിൽ കയറുന്നത് ഭയങ്കര പേടിയാണ്. ഞാൻ പൊതുവേ ഇതിൽ കയറാറില്ല. എനിക്ക് കാല് കുടുങ്ങുമോ എന്നുള്ളൊരു പേടിയാണ്. എന്തായാലും അതിൽ കയറി ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഗൈസ് മുട്ടായി തെരുവിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട് മുട്ടായി തെരുവ്. പക്ഷേ കോഴിക്കോട്ടിലുള്ള ഈ മുട്ടായി തെരുവ് ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഒരുപാട് ഷോപ്പുകളെല്ലാം നല്ല വില കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ ആകെ ഷോക്കായി ഇവിടുത്തെ വിലകൾ കേട്ടപ്പോൾ. വാച്ചായാലും ഡ്രസ്സായാലും ഷൂ ആയാലും ഗൈസ്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. നമ്മൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 8 മണിയായി കാണും. ഇശാ ബാങ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ആ ടൈമിൽ നമ്മൾ ബീച്ചിലെത്തണം. നമ്മൾ ബീച്ചിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇതിനെ പോയി എത്തിയിട്ടുണ്ടായിരുന്നു. നടന്ന് നമ്മൾ ആകെ ടയർഡായി. കുറേ നടന്ന് ആകെ ടയർഡായിട്ട് ഞങ്ങളവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ അങ്ങനെ ഇരിക്കണം. പിന്നെ നമ്മൾ അങ്ങോട്ട് കുറേ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് നടക്കണം. അവിടെയാണ് ബീച്ചിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്ന് അവസാനം കാലൊക്കെ വേദന ആയിട്ട് ചെരുപ്പൊക്കെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണിലൂടെയാണ് നടക്കുമ്പോൾ കുറച്ച് പണിയാണ് നടന്നെത്താൻ. ഒരുപാട് ഫാമിലിയൊക്കെ അവിടെ അങ്ങനെ പുതപ്പൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ്, അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലത്തെത്തി. ഇവിടെയാണ് ഒരുപാട് കച്ചവടക്കാരും ഫാമിലിയും ഒക്കെ എല്ലാവരും കൂടിയിട്ടുള്ള മെയിൻ സ്ഥലം. അങ്ങനെ നമ്മളൊന്നും നോക്കിയില്ല. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് നല്ല നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ കോളിഫ്ലവർ പൊരിച്ചതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാടമുട്ട ഫ്രൈ വാങ്ങിച്ചു. അങ്ങനെ അവൾക്ക് നല്ല ഇഷ്ടമായി കോളിഫ്ലവർ പൊരിച്ചത്. പിന്നെ നമ്മൾ രണ്ടുപേരും അവിടെ ഇരിക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു ചായ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ ചായ വാങ്ങിയിട്ട് കഴിച്ച് പിന്നെ നേരെ പോയത് ഉപ്പിലിട്ടൊരു സെക്ഷനിലേക്കാണ്. അവിടെ എത്തിയപ്പോഴേക്കും തന്നെ അതിൻ്റെ സ്മെല്ല് കിട്ടിയിട്ട് വായിൽ കപ്പിലിടാനുള്ളൊരു വെള്ളം ഉണ്ടായിരുന്നു ഗൈസ്. നോക്കാം ഐറ്റംസ്. പിന്നെ നമ്മളെപ്പോഴും കഴിച്ചു നോക്കണമെന്ന് വിചാരിച്ചു ഹോട്ട് ചോക്ലേറ്റ്. പിന്നെ നമ്മളവിടെ കണ്ടതൊരു കുതിര സവാരി ആയിരുന്നു. പിന്നെ നേരെ പോയിട്ട് അവിടെ അയലൂർ കോഴിക്കോട് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിൻ്റെ ഒരു നൈറ്റ് വൈബാണിത്. നല്ല കടലൊക്കെ ഇങ്ങനെ നല്ല മറിയുന്നുണ്ട്. അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു. പിന്നെ ഗൈസ്, നല്ല ഇടിമിന്നലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കുറച്ച്. അങ്ങനെ ഇശ്വക്ക് അവിടുത്തെ ഈ കളി സാധനങ്ങളൊക്കെ കണ്ടിട്ട് തീരെ ഒരു സമാധാനമില്ല. അങ്ങനെ ആളതൊന്ന് വാങ്ങിച്ചു. പിന്നെ ഞാൻ നേരെ പോയത് ഈ കമ്മലിൻ്റെ ഒരു സെക്ഷനാണ്. നമ്മൾ ലേഡീസിന് ഈ കമ്മൽ കാണുമ്പോൾ, ഫാൻസി ഐറ്റംസ് കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ ആണല്ലോ. അങ്ങനെ കമ്മലിൻ്റെ ഒരുപാട് ഗൈസ്. അതിൻ്റെ അടുക്ക് നല്ലൊരു മഴ വന്നു. അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഓടി കയറാൻ തുടങ്ങി. എങ്ങോട്ടാണെന്നൊന്നുമില്ല. കച്ചവടക്കാരും എല്ലാവരും അവിടെ ഇരുന്നവരൊക്കെ ഫ്രണ്ടിലേക്ക് അങ്ങനെ ഓടി കയറി. എല്ലാവരും നേരെ പോയി കയറിയത് അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്കായിരുന്നു. കഴിക്കണം എന്ന ഉദ്ദേശത്തിലൊന്നുമല്ല എല്ലാവരും കയറി ചെന്നിരുന്നത്. ഞങ്ങളും അവരുടെ കൂടെ പോയി കയറിയിരുന്നു. സംഭവം അവിടെ പോയി ഇരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ശരിയാണ് വന്നത്. കാരണം കഴിക്കാനൊന്നുമല്ല വന്നിരുന്നത്, മഴ കൊണ്ട് വന്നിരുന്നതാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അവർ ഡിഷിൻ്റെ ഐറ്റംസ് തന്നു.
അതിക്ക് നോക്കിയപ്പോൾ ചിരിയാണ് വന്നത്. കാരണം പല ടിക്കകൾ ചിക്കൻ ടിക്ക, എസ് പി ടിക്ക, ഇതൊന്നും ഒരു പരിചയമില്ല. കണ്ടിട്ട് ഇതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടാണെങ്കിൽ കഴിക്കാനും തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തൊരു ചിക്കൻ ടിക്ക ഇതാണ് ഗൈസ്. കഴിച്ചിട്ട് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് അവിടെ ഉണ്ടായിരുന്നൊരു ബീച്ച് എക്സ്പോ കാണാനാണ്. അടിപൊളിയാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണാൻ ഒരു കപ്പലിൻ്റെ ഒക്കെ ഒരു നമ്മൾ കപ്പലിൽ കയറി പോകുന്ന ഒരു ഫ്രണ്ട് ഒക്കെ ആണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി പോവാണ്. കയറി ഫസ്റ്റ് അവിടെ എത്തിയ ഉടനെ നമ്മളെ സ്വീകരിക്കുന്ന 2 റോബോട്ടുകളാണ്. അവിടെ റോബോട്ട് ഇങ്ങനെ ഓരോ കയറി പോകുന്നവരടുത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പല ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്വയും എല്ലാ കുട്ടികളൊക്കെ അതിനൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. ഇഷ്വയും തൊട്ട് നോക്കി. പിന്നെ അതിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുക വിചാരിച്ചു. അങ്ങനെ ഒരു 2 പേരും കൂടി ഒരു ഫോട്ടോ ഒക്കെ അടിച്ചു. പിന്നെ നമ്മൾ കയറി പോകുന്നത് ഒരു നമ്മളെ ഫേസൊക്കെ കാണുന്ന ഒരു ക്യാമറേൻ്റെ പിയാനോ ആണ്. നമ്മൾ കൈ വെച്ചിട്ട് അതിൽ ചെയ്യുന്ന പിയാനോ. പിന്നെ ഒരു ഇമോജി, നമ്മുടെ ഫേസൊക്കെ ഇമോജി ചെയ്യുന്ന ഒരു സംഭവം. വലിയ ഐഡിയ ഒന്നും ഇല്ല അതിനെ പറ്റി. കത്തിലിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കയറിയായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ഒരു ഡാൻസ് കളിക്കുന്ന റോബോട്ടിനാണ്. ഒരു റോബോട്ടാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടതൊക്കെ. നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ആക്ഷൻസൊക്കെ അതുപോലെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ പോയത് ഇങ്ങനെ ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്ന റോബോട്ടും. ഫുഡ് നമ്മൾ അടുത്തേക്ക് അത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കുന്നത് മറ്റുള്ള പിന്നെ ഗൈസ് നമ്മൾ എക്സ്പോയിൽ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ്. ഗൈസ് പിന്നെ നമ്മൾ കയറി ചെയ്യുന്നത് ഒരു അക്വേറിയത്തിലേക്കാണ്. അക്വേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കടലിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയ ഒരു ഫീൽ തന്നെയായിരുന്നു. എച്ചാദ്യം മീൻ ഐറ്റംസ് എന്ന് പറയാൻ അതിൻ്റെ ഉള്ളിലുള്ളത്. ഇത്രയും മീനുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയും നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കളറും നല്ല അടിപൊളി മീനുകളായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മൾ കടലിൻ്റെ നടുക്ക് കൂടെ നടന്നു പോണ ഒരു ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അവിടെ ഇങ്ങനെ കണ്ടിട്ടും തീരാത്ത അത്രയും നല്ല നീളത്തിലായിരുന്നു അക്വേറിയം. അങ്ങനെ നമ്മൾ കുറേ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു. ഈ കളർ മീനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് പെയിൻ്റ് അടിച്ചതാണ്. സത്യം പറഞ്ഞാൽ അത് പെയിൻ്റ് അടിച്ചതൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ച കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ കുഞ്ഞു മീനുകളെ കണ്ടിട്ടില്ല.
ഗൈസ് അങ്ങനെ എക്സ്പോൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ ടൈം പോയത് അറിഞ്ഞതേ ഇല്ല. അങ്ങനെ ലാസ്റ്റ് ട്രെയിനാണ് നമുക്ക് കിട്ടിയത്. ട്രെയിനിൽ കയറി ഇരിക്കുമ്പോൾ ടൈം 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.